വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൊപ്പല്ലേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ 2-3 വീഡിയോസിന് മുമ്പായിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ ബ്രഷ്ലെസ് മോട്ടറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെ നമുക്കൊരു ബ്രഷ്ലെസ് മോട്ടർ സെലക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിലൂടെ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രൊപ്പല്ലർ സെലക്ഷൻ്റെ കേസ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലെയിന് ആപ്റ്റായ പ്രൊപ്പല്ലർ എങ്ങനെ സെലക്ട് ചെയ്യാം, ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊപ്പല്ലർ നമ്മൾ സെലക്ട് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്നായിരിക്കും പ്രൊപ്പല്ലർ വാങ്ങുന്നത്. അപ്പോൾ ഓൺലൈനിൽ ഒരു പ്രൊപ്പല്ലർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഡയമെൻഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊപ്പല്ലറെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 10.4.5 പ്രൊപ്പല്ലർ, 8.4.5 പ്രൊപ്പല്ലർ, 6.4.5 പ്രൊപ്പല്ലർ, അങ്ങനെ പല ഡയമെൻഷൻസിൽ പ്രൊപ്പല്ലേഴ്സ് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഈ ഡയമെൻഷൻസ്? അപ്പൊ അതിനെപ്പറ്റി തന്നെ നമുക്ക് ആദ്യം പറയാം. അപ്പൊ എന്റെ കയ്യിൽ ഒരു 10.4.5 പ്രൊപ്പല്ലർ ആണ് ഇരിക്കുന്നത്. ഇനി എന്താണ് ഈ 10.4.5 പറയാം. നിങ്ങൾ ഈ പ്രൊപ്പല്ലറിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ എഴുതിയേക്കുന്നത് കാണാം 10x4.5. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ 10x4.5. ഇനി ഈ 10 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം. ഒരു പ്രൊപ്പല്ലർ ഇതാ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാണ്. ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊപ്പല്ലർ ഒരു സർക്കിൾ ഉണ്ടാക്കുന്നില്ലേ, ഒരു ഇമാജിനറി സർക്കിൾ ഉണ്ടാക്കുന്നില്ലേ, ആ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഈ 10 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 9 ഇഞ്ചിന്റെ ഒരു പ്രൊപ്പല്ലർ ആണെങ്കിൽ ആ സർക്കിളിന്റെ ഡയമീറ്റർ 9 ഇഞ്ച് ആയിരിക്കും. 8 ഇഞ്ചിന്റെ പ്രൊപ്പല്ലർ ആയിരുന്നെങ്കിൽ 8 ഇഞ്ച് ആയിരിക്കും ആ സർക്കിളിന്റെ ഡയമീറ്റർ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി പറയാം, അതായത് ഒരു പ്രൊപ്പല്ലറിന്റെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 10 എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യത്തെ 2 ഡിജിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതൊരു 10 ഇഞ്ചിന്റെ പ്രൊപ്പല്ലർ. ഇതാവുമ്പോൾ ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 ഇഞ്ച് ആയിരിക്കും. അപ്പൊ ഇതൊരു 9 ഇഞ്ചിന്റെ പ്രൊപ്പല്ലർ. ഡയമീറ്റർ കൂടിയ ഒരു പ്രൊപ്പ ആണെങ്കിൽ ആ പ്രൊപ്പല്ലർ തോനെയും ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് അവിടുത്തെ നോട്ടീസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡയമീറ്റർ കൂടിയ ഒരു പ്രൊപ്പല്ലർ 10 ഇഞ്ചിന്റെ പ്രൊപ്പല്ലർ ആണെങ്കിൽ തോനെയും ത്രസ്റ്റ് അത് ജനറേറ്റ് ചെയ്യും. 9 ഇഞ്ചിന്റെ പ്രൊപ്പ ആകുമ്പോൾ കുറച്ച് ത്രസ്റ്റേ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അവിടെ വേറൊരു ഫാക്ടർ കൂടെ വരുന്നുണ്ട്, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് ആ ഒരു ഡിജിറ്റ് സൂചിപ്പിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ഗുണം 4.5 എന്ന് നിങ്ങൾ എഴുതിക്കുന്നതാണ്. അതായത് 10/4.5 എന്നാണ് വായിക്കേണ്ടത്. 10/4.5. ഓക്കെ, അപ്പം 4.5 എന്ന് പറയുന്നത് ഈ പ്രൊപ്പല്ലറിന്റെ പിച്ചാണ്. അതായത് ഈ ഒരു പ്രൊപ്പല്ലർ ഇതാ ഒരു തവണ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. അതായത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ആ പ്രൊപ്പല്ലർ എന്തുമാത്രം ഡിസ്റ്റൻസ് ഫ്രണ്ടിലേക്ക് പോയി. ഒരു പ്രൊപ്പല്ലറിന്റെ ജോലി എന്ന് പറയുന്നത് ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുക എന്നാണ് പ്രൊപ്പല്ലറിന്റെ ജോലി. അപ്പൊ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊപ്പല്ലർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലുള്ള വായുവിനെ വലിച്ചു പിടിച്ച് പുറകിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊപ്പല്ലറിന്റെ പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രൊപ്പല്ലർ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ഡിസ്റ്റൻസ് ഫ്രണ്ടിലേക്ക് പോയി എന്നതാണ്. അപ്പോൾ ഒരു പ്രൊപ്പല്ലറിന്റെ പിച്ച്, ഇപ്പോൾ ഈ പ്രൊപ്പല്ലറിന്റെ പിച്ച് എന്ന് പറയുന്നത് 4.5 ആണ്. ഈ പിച്ച് കൂടുന്നതിനനുസരിച്ച് പ്രൊപ്പല്ലർ ജനറേറ്റ് ചെയ്യുന്ന ത്രസ്റ്റും കൂടും. ഓക്കെ, അപ്പം ഒരു പ്രൊപ്പല്ലറിന്റെ പിച്ച് കൂടുതലാണെങ്കിൽ ആ പ്രൊപ്പല്ലർ ജനറേറ്റ് ചെയ്യുന്ന ത്രസ്റ്റ് കൂടും. അപ്പോൾ ഒരു പ്രൊപ്പല്ലറിന്റെ ഡയമീറ്ററും പിച്ചും എങ്ങനെ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിനെ ബാധിക്കുന്നതെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് 10 ഇഞ്ചിന്റെ പ്രൊപ്പല്ലർ, ഞാൻ ഉണ്ടാക്കിയ ഒരു പ്ലെയിനകത്ത് 10 ഇഞ്ചിന്റെ പ്രൊപ്പല്ലർ വെക്കാൻ അതിനകത്ത് പറ്റില്ല. കാര്യം പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്ലെയിനിന്റെ ബോഡി പാർട്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 10 ഇഞ്ചിന്റെ പ്രൊപ്പല്ലർ വെക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ പ്രൊപ്പല്ലറിന്റെ ഡയമീറ്റർ കുറയ്ക്കണം. ഡയമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കുറയും? ത്രസ്റ്റ് കുറയും. അപ്പോൾ നമുക്ക് എങ്ങനെ എന്ന് വെച്ചാൽ ത്രസ്റ്റിനൊരു ചേഞ്ച് ഉണ്ടാവരുത് താനും, എന്നാൽ എനിക്ക് ഡയമീറ്റർ കുറയും വേണം. അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യും? അതിനുവേണ്ടിയുള്ള മാർഗ്ഗമാണ്, അതായത് ഇപ്പം ഒരു പ്രൊപ്പല്ലറിന്റെ ഡയമീറ്റർ കുറഞ്ഞ് നിങ്ങൾ എടുക്കുകയാണ്. ഇപ്പോൾ 10 ഇഞ്ച് പ്രൊപ്പല്ലറിന് പകരം നിങ്ങൾ 9 ഇഞ്ചിന്റെ പ്രൊപ്പല്ലർ എടുക്കുകയാണ്. ഡയമീറ്റർ കുറഞ്ഞു, ഇനി ആ പ്ലെയിനിന്റെ ബോഡി പാർട്സിൽ തട്ടത്തില്ല. ഓക്കെ, ഡയമീറ്റർ കുറച്ചു, അങ്ങനെ ആകുമ്പോൾ ത്രസ്റ്റും കുറയും. ആ ത്രസ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈക്വൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിച്ച് കൂടിയ ഒരു പ്രൊപ്പല്ലർ എടുക്കണം. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഡയമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ പിച്ച് കൂട്ടി കൊടുക്കണം, എങ്കിലേ ആ ത്രസ്റ്റ് അഡ്ജസ്റ്റഡ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പ്രൊപ്പല്ലർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ? അല്ല, ഒരു പ്രൊപ്പല്ലർ സെലക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ വേറെയും കുറച്ച് പാരാമീറ്റേഴ്സ് നിങ്ങൾ ആ ഷോപ്പ് ചെയ്യാൻ നേരത്ത് കാണാൻ പറ്റും. അതായത് CW, CCW എന്നൊക്കെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. എന്താണ് ഈ CW, CCW കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പ്രൊപ്പല്ലർ ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്ന പ്രൊപ്പല്ലർ ആവാം, അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്ന പ്രൊപ്പല്ലർ ആവാം. ഇതാണ് CW, CCW കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊപ്പല്ലർ കറങ്ങുന്നതിന് ഒരു കറക്റ്റായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ കറങ്ങിയില്ലെങ്കിൽ ആ പ്രൊപ്പല്ലറിന് യാതൊരു എഫിഷ്യൻസിയും കിട്ടത്തില്ല, ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊപ്പല്ലർ കറങ്ങേണ്ടതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രൊപ്പല്ലർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
ഈ ഒരു പ്രൊപ്പല്ലറിന്റെ ഒരു ലീഫിന്റെ ഒരു സൈഡ് കനം കൂടിയ ഭാഗവും അതേ ലീഫിന്റെ അടിയിലത്തെ സൈഡ് കനം കുറഞ്ഞ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. അപ്പം മുകളിലത്തെ ലീഫ് നോക്കി കഴിഞ്ഞാൽ ഒരു സൈഡ് കനം കൂടിയതും മറ്റേ സൈഡ് കനം കുറഞ്ഞതുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊപ്പല്ലർ ഏത് രീതിയിൽ കറങ്ങണമെന്ന് വെച്ചാൽ ഈ കനം കൂടിയ സൈഡ് എയറിനെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം എപ്പോഴും ഒരു പ്രൊപ്പല്ലർ കറങ്ങാനായിട്ട്. അതായത് കനം കൂടിയ സൈഡ് എയറിനെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ, ഇതേപോലെ എയറിനെ കനം കൂടിയ സൈഡ് വേണം എയറിനെ കട്ട് ചെയ്ത് കറങ്ങാനായിട്ട്. ആ ഒരു രീതിയിൽ വേണം പ്രൊപ്പല്ലർ കറങ്ങാൻ. അപ്പോൾ ഈ ഒരു പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് കറങ്ങുന്ന കാണാം. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലോക്ക് വൈസ് പ്രോപ്പ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് വേറൊരു പ്രൊപ്പല്ലർ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊപ്പല്ലർ നോക്കി കഴിഞ്ഞാൽ കനം കൂടിയ ഭാഗം എയറിനെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ കറക്കേണ്ടതുകൊണ്ട് തന്നെ ആ ഒരു രീതി നോക്കിയപ്പോൾ ഈ പ്രൊപ്പല്ലർ കറങ്ങുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു കൗണ്ടർ ക്ലോക്ക് വൈസ് പ്രോപ്പാണെന്ന്. ഈ ഒരു രീതിയിൽ കറങ്ങിയില്ലെങ്കിൽ ഈ പ്രൊപ്പല്ലറിന് യാതൊരു എഫിഷ്യൻസിയും കിട്ടത്തില്ല, ത്രസ്റ്റും ജനറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ കനം കൂടിയ പോർഷൻ എവിടെ വരുന്നോ ആ പോർഷൻ എയറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണ് ഒരു പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊപ്പല്ലർ ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രൊപ്പല്ലർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്, സാധാ പ്ലാസ്റ്റിക് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഈ നമ്മളെ കോറോപ്ലാസ്റ്റിലൊക്കെ ബിൽഡ് ചെയ്യുന്ന പ്ലെയിനുകളുണ്ടല്ലോ, അതിനൊക്കെ ഈ ഒരു പ്ലാസ്റ്റിക് പ്രൊപ്പല്ലർ തന്നെ ധാരാളമാണ്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരും. അതായത് നൈലോൺ പ്രൊപ്പല്ലേഴ്സ് വരും, പിന്നെ കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ പ്രൊപ്പല്ലർ വരും, വുഡൻ പ്രൊപ്പല്ലേഴ്സ് വരും. വുഡൻ പ്രൊപ്പല്ലേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എഞ്ചിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള RC പ്ലെയിനുകളിലാണ്, അല്ലെങ്കിൽ ഒരുപാട് ടോർക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മോട്ടറുകളിലാണ് വുഡൻ പ്രൊപ്പൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കോറോപ്ലാസ്റ്റ് പ്ലെയിനുകളൊക്കെയാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഈ പ്ലാസ്റ്റിക് പ്രൊപ്പല്ലേഴ്സ് ധാരാളമാണ്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊപ്പല്ലറുകളുടെ ബ്ലേഡിന്റെ എണ്ണമാണ്. അതായത് ഈ പ്രൊപ്പല്ലറിന് 2 ബ്ലേഡുകളാണ്, 1, 2, 3 ബ്ലേഡുള്ള പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്, 4 ബ്ലേഡുള്ള പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. ഇങ്ങനെ പ്രൊപ്പല്ലേഴ്സിന്റെ ബ്ലേഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പ്രൊപ്പല്ലറിന്റെ എഫിഷ്യൻസി കുറയാണ് അവിടെ. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. നമ്മൾ 3 ബ്ലേഡുള്ള പ്രൊപ്പല്ലറൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ പ്രൊപ്പല്ലറിന്റെ എഫിഷ്യൻസി അവിടെ കുറയാണ്. ഓക്കെ, ആ കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. അപ്പൊ പ്രൊപ്പല്ലേഴ്സിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതല്ലാതെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രൊപ്പല്ലേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ RC ഫീൽഡിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് എൻ്റെ Instagram ID ബന്ധപ്പെടുക. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റ് ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.